സ്വാദിൻ്റെ പ്രിയപ്പെട്ട കൊതിയന്മാർക്കെല്ലാം സ്വാദിലേക്ക് സ്വാഗതം. സ്വാദ് ഇന്നും രുചി തേടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മനോഹരമായ കാഴ്ചകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്വാദ് തിരുവനന്തപുരത്തു നിന്ന് വണ്ടിയെടുത്ത് നേരെ വെച്ച് പിടിച്ചിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്നാണല്ലോ ചൊല്ല്. അപ്പോൾ കൊല്ലത്തുള്ള വളരെ മനോഹരമായൊരു ബീച്ചുണ്ട്, അതായത് തിരുമുല്ലവാരം ബീച്ച് എന്ന് പറയും. നമ്മൾ കൊല്ലം ബീച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ തിരുമുല്ലവാരം ബീച്ച് അധികം പേരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതായത് വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു വെർജിൻ ബീച്ച് എന്ന് പറയാം. അധികം പേരൊന്നും കടന്നു ചെല്ലാത്ത, അധികം പേര് കണ്ട് ആസ്വദിക്കാത്ത ഒരു വെർജിൻ ബീച്ച്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സൺഡേ റോക്ക്, ഞായറാഴ്ചപ്പാറ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ വേലിയിറക്ക സമയത്ത്, ലോ ടൈഡ് സമയത്ത് നമുക്ക് ആ ഞായറാഴ്ചപ്പാറ വരെ നമുക്ക് കാണാൻ കഴിയും. അവിടെ വരെ നടന്നു പോകാമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കായിരുന്നു. പക്ഷേ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞതില്ലേ, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇവിടെ വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ബീച്ച് കണ്ട് കുളിച്ചിട്ട് പോകേണ്ട വരത്തില്ല. ഇവിടെ തന്നെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്ന ഒരു നാടൻ ഭക്ഷണശാലയുണ്ട്, ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ ഒരു ഭക്ഷണശാല. ഇവിടെ വന്ന ആരെടുത്തും ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ കട ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സീ ഫുഡ്സിൻ്റെ, അതായത് മത്സ്യ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധിയാണ് അവിടെ ലഭിക്കുന്നത്. ഞണ്ട് കാണും, കൊഞ്ച് കാണും, നെത്തോലി എന്ന് വേണ്ട എല്ലാ ടൈപ്പ് മീനും നമുക്ക് കിട്ടും. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മളെ കാണിച്ചതിന് ശേഷം സെലക്ട് ചെയ്തായിരിക്കും തരുന്നത്. അപ്പോൾ ഒരു വളരെ വലിയ ഭക്ഷണപ്രിയൻ പറഞ്ഞ, അല്ലെങ്കിൽ വളരെ ആർത്തിയുള്ളൊരു ഭക്ഷണപ്രിയൻ പറഞ്ഞാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. തൽക്കാലം ബീച്ചിലെ കാര്യങ്ങളും ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകും കേട്ടോ. ഇനി ഞാൻ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. പാചകത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും എത്തി നിൽക്കുന്നത് ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ തന്നെ അടുക്കളയുടെ പിൻഭാഗത്താണ്. അടുക്കളയ്ക്കകത്തുള്ള കുക്കിംഗ് വേണ്ട, പുറം ഭാഗത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വളരെ രസകരമായിട്ട് ചേട്ടൻ, അതായത് കൈയൊക്കെ വീശി ചെയ്യാനൊരു സൗകര്യമെന്ന് പറഞ്ഞു. ഇന്ന് ചെയ്യുന്നത് ചന്ദ്രൻപിള്ള ഹോട്ടലിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ ചന്ദ്രൻപിള്ളാസ് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചെമ്പല്ലി വെച്ചാണ് നമുക്കല്ലേ, ചെമ്പല്ലി വെച്ചാണ് നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കി തരുന്നത്. അതായത് ഇവർ ചെയ്യുന്ന രീതി ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഒരു മീൻ കറിക്ക് വേണ്ടിയാണ് ഒരുപാട് ദൂരത്ത് നിന്ന് ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ആ മീൻ കറിയുടെ രഹസ്യങ്ങളായിരിക്കും നമ്മൾ ചുരുളഴിക്കാൻ പോകുന്നത്. സാധാരണ മീൻ കറിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് നമുക്കിന്നിപ്പോൾ നോക്കിക്കാണാം. ഇപ്പോൾ നമ്മൾ എന്തായാലും തുടക്കത്തിൽ തന്നെ അടുപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പായിരുന്നു ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ അവതരണ രീതിയിൽ. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഉള്ളി വാടാനിടാൻ പോവാണ്. ആ ശരി, അപ്പോൾ അതിന്റെ പരിപാടി വെളിച്ചെണ്ണ തന്നെയാണല്ലോ. ചന്ദ്രൻപിള്ള സ്പെഷ്യൽ മീൻകറിയുടെ രഹസ്യങ്ങളിലേക്കാണ് സ്വാദ് ഊർന്നിറങ്ങാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ചെമ്പല്ലി ചെയ്യുമ്പോൾ നെമ്മീനൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് കണ്ടില്ലേ. ചെമ്പല്ലി വെച്ച് ഈ മീൻകറി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. അത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തുടക്കത്തിൽ മീനും അങ്ങനത്തെ പരിപാടികൾ വേറെ എന്തോ ഒരു വ്യത്യാസമുണ്ട് ഇതിൽ. അതാണ് എന്താണ് നമുക്ക് നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഈ മീൻകറിക്ക് വേണ്ടി ഇവിടെ വല്ലാത്തൊരു തിരക്കാണ് കാണുന്നത് കേട്ടോ. എന്താണ് ഇതിൻ്റെ പിന്നിൽ രഹസ്യം നമുക്ക് നോക്കി കാണാം. ചേട്ടാ, അതുപോലെ ഈ ഞായറാഴ്ചപ്പാറ എന്ന് പറഞ്ഞൊരു സംഭവം, അതെന്താണ് ചേട്ടാ ശരിക്കും? അതൊക്കെ ആ നടുക്ക് ഒരു ഒത്തിരി ഉള്ളോട്ട് പോകുമ്പോൾ ഒരുപാട് കല്ല് തെളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മൾ ഈ ചെറിയ വേലി ഇറക്കും. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കർക്കിടകമില്ലേ, കർക്കിടകത്തിന് വന്നാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അവിടെ അങ്ങ് വരെ കരയായിരിക്കും, അതുവരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് അത് പറ്റില്ല. ഈ സമയത്ത് ഇവര് ചിലപ്പോൾ കല്ല് കാണാം, ചിലപ്പോൾ കല്ല് കാണാം. ഭാവിന് വന്ന കർക്കിടകത്തിന് വന്നാൽ കറക്റ്റായിട്ട് അങ്ങ് വരെ നടന്നു പോകാം. ഈ നമ്മൾ കൊല്ലം ബീച്ച് എന്നൊക്കെ കേട്ടോ. പക്ഷേ ഈ തിരുമുല്ലവാരം ബീച്ച് അധികം പേരൊന്നും ഇപ്പൊ കേട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും തിരുമുല്ലവാരം ബീച്ച് വന്നാൽ നല്ല ആഹാരവും കഴിക്കാം, നല്ലൊരു ബീച്ച് കുളിയും കുളിക്കാം. നല്ല, അതായത് പേടിക്കാതെ കുളിക്കാം അല്ലേ, വലിയ തിരകളൊന്നും ഇല്ലാതെ. അപ്പൊ നമ്മുടെ എണ്ണ തിളച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ജീരകമാണ് ആദ്യമായിട്ട് ഇടുന്നത്. എന്തൊക്കെ ചേരുവകൾ ഞാൻ പറയാൻ വിട്ടുപോയി, പക്ഷെ എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. കാര്യം ഇവരുടെ പ്രിപ്പറേഷൻ രീതിയൊക്കെ വ്യത്യാസമാണ്. ആദ്യം ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചേട്ടൻ അതിനൊരു ക്ഷമയൊന്നുമില്ല. കാര്യം ചേട്ടനെ കാത്ത് ഒരുപാട് പേര് അവിടെ ആൾക്കാർ പൊട്ടി കഴിയുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ ജീരകം പൊട്ടി കഴിയുമ്പോൾ ഇനി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് സഹായികളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അടുത്ത ചെറിയ ഉള്ളി അങ്ങോട്ട് കൊടുത്തു.
ജീരകം ഇട്ട് പൊട്ടിയ ഉടനെ വെളുത്തുള്ളി ഇട്ട് പുറകെ ചെറിയ ഉള്ളി അങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആഹാരം, ഇവിടുത്തെ ഭക്ഷണ രീതി എല്ലാം വളരെ വ്യത്യസ്തമാണ്. നമുക്കിവിടെ വന്നാൽ തന്നെ കാണാം, പുതുതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും മീൻ ഏതാണ്, അല്ലേ ഏട്ടാ? അപ്പോൾ ഏത് മീനാണ് ഇവിടെ നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാണ് നമുക്കിത് ഓരോന്നൊക്കെ നമുക്ക് എടുത്തു തരുന്നത്. അതിൻ്റെ വില വിവരങ്ങൾ പറഞ്ഞു തരും, എന്തുകൊണ്ടാണ് ആ സീസണിലെ മീൻ ഏതാണെന്ന് പറഞ്ഞു തരും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ മീൻ കറി വെക്കുന്നതിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന രീതി ആകെ വ്യത്യാസമാണ് കേട്ടോ. ഇപ്പം വേണ്ട വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞ് വെളുത്തുള്ളിയും ചെറിയുള്ളി ഇനി അടുത്ത മഞ്ഞൾപ്പൊടി ഇടാണ് കേട്ടോ. അത് നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷ് നിങ്ങൾ ആരും മറക്കണ്ട. തിരുമുല്ലാവരം ബീച്ചിലെ ചന്ദ്രൻപിള്ളാസ് റെസ്റ്റോറൻറ്റിലെ വളരെ സ്പെഷ്യൽ മീൻകറിയായ ചന്ദ്രൻപിള്ളാസ് മീൻകറിയുടെ രഹസ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സവാള എടുത്തിട്ടുണ്ട്. സവാള വട്ടത്തിലല്ല നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നീളത്തിലാട്ടോ, വട്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നീളത്തിൽ അരിഞ്ഞേക്കാണ്. സവാളയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ നേരെ മീൻ റെഡിയാക്കാൻ പോകും. നമുക്ക് ഇവിടെ നിന്ന് മാറാം. ഇതൊരു എത്ര നേരം എടുക്കും നമ്മൾ ഈ ചിരട്ട എടുപ്പ്? 20 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്കപ്പോൾ ഈ ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം, സവാളയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി മീനിലേക്ക് കിടക്കുകയാണ്. മീനൊക്കെ അവിടെ നല്ല ഐസിൽ നല്ല റെഡിയാക്കി വെച്ചേക്കട്ടെ. ഏത് മീൻ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ട് വരാം. വലിയ മീനൊക്കെ കാണും. നിങ്ങളും കൂടെ വാ. നിങ്ങൾ എന്തിനാ ദൂരെ പോകുന്നത്? ചേട്ടാ ഇതവിടെ കൊടുത്തേര്. ഇതവിടെ നോക്കാം, ഇഷ്ടം പോലെ ആളല്ലേ ഇവിടെ റെഡി ആയിട്ടുള്ളത്. ചേട്ടൻ്റെ ഒരു സൈന്യം തന്നെ ഇവിടെ, പാചക സൈന്യം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കോൾഡ് സ്റ്റോറേജിൽ നമ്മൾ എത്തിയേക്കാണ്ട്. ഇവിടെയാണ് ചേട്ടൻ മീനൊക്കെ സൂക്ഷിച്ചേക്കുന്നത് കേട്ടോ. അതായത് ഇഷ്ടം പോലെ വെറൈറ്റി മീനുകൾ കാണും. ഈശ്വരാ, ഇതൊക്കെ നാളെ കടലിൽ കിടന്ന് അല്ല തുള്ളിച്ചാടി തരുന്ന ടീമിനെയൊക്കെയാണ് ചേട്ടൻ ഇവിടെ പിടിച്ച് പൂട്ടിയിട്ടേക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ താരം ചെമ്പല്ലിയാണ്. ചെമ്പല്ലി കൊണ്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ചന്ദ്ര ചേട്ടാ കട പൂട്ടിയിട്ട് ബാ, നമുക്ക് നമ്മുടെ മീൻ റെഡിയാക്കാൻ പോകാം. 2 ചെമ്പല്ലിയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കം വിത്ത് മീ. അങ്ങനെ 2 ചെമ്പല്ലിയെ നമ്മൾ കുളത്തിൽ ഉരുളിയിൽ കൊണ്ടിട്ട് കഴുകി റെഡിയാക്കാൻ പോവുകയാണ്. ഇതിനെ ഡ്രസ്സ് ചെയ്ത് റെഡിയാക്കാൻ പോവുകയാണ്. മിക്കവാറും അതായത് നമുക്കിവിടെയുള്ള നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെ അറിയായിരിക്കും. എന്നാലും അറിഞ്ഞൂടാത്തവരും കാണാമല്ലോ അല്ലേ? അറിഞ്ഞൂടാത്തവരും അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം കാണും. ചിലപ്പോൾ ചന്ദ്രൻ ചേട്ടനൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു പ്രൊഫഷണലിസം കാണും കേട്ടോ. അതായത് നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന ആ അഭ്യാസം നമുക്ക് ഇന്നിവിടെ കാണാം എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ചെമ്പല്ലിയെ ചേട്ടനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ചേട്ടാ അത് റെഡിയാക്കാൻ പോവാണ്. ഗ്ലൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ബഹളമാണ് ചേട്ടൻ്റെ കയ്യിൽ. ജില്ലെന്നല്ലേ ഇരിക്കണം അതിൻ്റെ ദശ നോക്ക്. ഇതിലങ്ങോട്ട് മസാലയൊക്കെ പിടിച്ച് ഉപ്പും പുളി എരിവൊക്കെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവനെ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ചേട്ടൻ്റെ ഇവിടുത്തെ സഹായം കേട്ടോ. ചന്ദ്രൻപിള്ളാസ് റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖങ്ങളാണ്. അത് വിജയൻ ചേട്ടൻ, ചേട്ടൻ്റെ പേര് രാധാകൃഷ്ണൻ ചേട്ടൻ. ഇവരൊക്കെയാണ് ഇവിടുത്തെ നിത്യ അഭ്യാസികൾ കേട്ടോ. ഇനി നമുക്ക് ഇവനെ ബാക്കി മസാലയും ഉപ്പൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കണ്ടേ? കല്ലുപ്പൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ. അതെന്തിനാ ചേട്ടാ? അത് ഈ റെഡിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒന്നുകൂടെ പോകാൻ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ചേട്ടാ. മുഴുവൻ നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാ പരിപാടി. കല്ലുപ്പിട്ടേക്കുന്ന ഒരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ്. ഇതിപ്പോൾ ശരിക്കും വീട്ടമ്മമാർക്കല്ല, വീട്ടച്ഛന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ബാച്ചിലർ പയ്യന്മാർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രിപ്പറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവാം കേട്ടോ. വീണ്ടും കഴിയെടുക്കുകയാണ്. എല്ലാം വളരെ വൃത്തിയായിട്ടാട്ടോ ചെയ്യുന്നത്. ഒന്നിലും മറ്റേ എളുപ്പപ്പണിയൊന്നും ഇല്ലല്ലേ? ഇതിലൊന്നും നമ്മളൊരു വിട്ടുവീഴ്ച മനോഭാവം എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചന്ദ്രൻപിള്ളാസ് ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പ്രതീക്ഷിക്കും കേട്ടോ. ഒരു വിട്ടുവീഴ്ചയില്ലാതെ നല്ല സ്വാദിഷ്ടമായ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് കഴിക്കുന്ന ഇരുന്ന് കാണാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതും കാണുന്നതും അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഹോട്ടലിൽ പോയി ചെയ്യുന്ന ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം മീൻ ഉൾപ്പെടെ കാണിച്ചിട്ടേ എടുക്കുള്ളൂ. അപ്പോൾ നമുക്കിനി പോവാം. നമ്മൾ കറി വെക്കാൻ പോവാം. അവിടെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ മീനൊക്കെ റെഡിയായി കഴിഞ്ഞു. മീൻ റെഡിയാക്കിയ സമയം കൊണ്ട് തന്നെ ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ കാൽക്കുലേഷൻ വളരെ കൃത്യമാണ്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ കറക്റ്റായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ ഇതങ്ങ് ഇറക്കുവാണ്. ഇതങ്ങ് ഇറക്കി വെക്കും കേട്ടോ.
ഇതിനി ഇറക്കി വെക്കാൻ പോകണം. കറി എടുത്തു. അപ്പോൾ ചെയ്യുന്ന രീതി, ഈ കറി ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു രസം കിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അതങ്ങ് ഇറക്കി വെക്കാൻ ചേട്ടാ. അച്ചായ എന്നാണ് വിളിക്കുന്നത് ഭഗവാനെ. ആ, ചേട്ടൻ്റെ പേരെന്താ? വിജയ്. വിജയ് ചേട്ടൻ്റെ പേരാണോ വിജയൻ? അത് ശരി. അപ്പൊ കറി എടുത്ത് വെക്കാൻ പോയത് അച്ചായ എന്നാണല്ലോ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. തമാശ. അത് ശരി, അത് കുഴപ്പമില്ല. തമാശക്കാണെങ്കിൽ ഞാനും വിളിക്കാം, ഞാനും തമാശക്കാരനാ. വിജയ നല്ല വെക്ക്. അപ്പൊ ഇനി അടുത്തത് താണ്ട ഇവിടെ ഒരു ഉരുളിയില് ഒരു ചെറിയ സംഭവം കേട്ടോ, ഒരു ചെറിയ സംഭവം കൊണ്ട് വെച്ചേക്കാണ്. ഇതിൽ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞുതരാം. കാര്യം ഇത് ചെയ്യുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ന് ചന്ദ്രൻ ചേട്ടൻ്റെ സമയം പോവും. അവിടെ മേശയ്ക്ക് മുമ്പിൽ ഒരുപാട് പേരിരിക്കുന്നത്. അതുകൊണ്ട് ഒരു എളുപ്പ വഴിയാണ് ഇത് ചെയ്തത്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞുതരും. ഇതെങ്ങനെയാ ചേട്ടാ ഈ ഒരു പരുവത്തിൽ എത്തിച്ച ആ കഥ പറഞ്ഞുതരണം. ഇതെങ്ങനെ ഇങ്ങനെയായി? മുളക് പൊടി, മല്ലിപ്പൊടി ഇരിക്കുന്നത് രണ്ടും കൂടെ അരച്ചത് വെള്ളത്തിൽ കലക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത്. അതിന്റെ അനുപാതം എങ്ങനെയാണ്? ഈ വടക്കമ്പുളി. അല്ല, ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ അനുപാതം എങ്ങനെയാണ്? അതിന്റെ അളവ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? അടവന്ന് നമ്മൾ സാധാരണ ഒരു മീൻ എന്തോ ഒരു മാഷുമ്പോൾ നമ്മൾ കോരിയിടുന്നുള്ളത്. എത്ര? അതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച്. ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ മനോധർമ്മം അനുസരിച്ചുള്ള സാധനം അതിൽ ചേർത്ത് അങ്ങനെ തൂക്കി ചേർക്കും. നമ്മൾ നിശ്ചയമുണ്ട്. കൈയളവിൽ എല്ലാ കൈയളവും ചേർക്കും. ശരി ശരി. അപ്പോൾ ഈ മുളക് മല്ലി നമ്മൾ വാങ്ങിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കും. ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പൊടിക്കത്തുള്ളൂ. പൊടിച്ചിട്ട് പിന്നെ മേടിക്കുന്ന പരിപാടി ഇല്ലല്ലോ, ഒരു സാധനം വാങ്ങിക്കത്തില്ല. അങ്ങനെ ഇത് പൊടിച്ചിട്ട് പിന്നെ ഇത് നമ്മളെ ഇരുപെട്ടിക്കകത്ത് വറക്കും. വറുത്ത് പിന്നെ ഇത് അരയ്ക്കുന്നത്. പിന്നെ അരച്ചാണ് ഇത്രയും കഥകൾക്ക് ശേഷമാണ് അരയ്ക്കുന്നത്. പിന്നെ വെള്ളത്തിൽ ചാലിച്ചാണ് ഇവിടേക്ക് ഇത് പിന്നെ ഇത് ചേർക്കുന്നത് വടക്കംപുളി, ഉപ്പ്, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി. ഇത്രയും സംഭവങ്ങളാണ് അപ്പോൾ അതിലുള്ളത്. അതായത് ഈ കാണുന്ന മിശ്രിതത്തിലുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, വടക്കംപുളി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി. ഇത്രയും സംഭവങ്ങൾ ചേർത്തതാണ്. അതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് കിട്ടും കേട്ടോ. അതായത് പരിചയമുള്ള ഒരു പാചകക്കാരൻ അല്ലെങ്കിൽ പാചകക്കാരിക്ക് ആ മനോധർമ്മം അനുസരിച്ച് അതങ്ങ് കിട്ടണം. അപ്പോൾ ആ സംഭവമാണ് ഇനി ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് തിള വരണം അല്ലേ? ഇനി തിളയ്ക്കണം. നമ്മൾ ആദ്യം ഒന്ന് വാടാൻ വെച്ചിരുന്നു മീൻ വെട്ടാൻ പോകുന്നതിന് മുമ്പായിട്ട്. അതിന് ഇതിലേക്ക് അങ്ങ് ചാലിക്കാൻ പോവാം. ഒഴിക്കാൻ ചേട്ടാ, അതങ്ങ് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പൊ ഈ കറിക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം നമ്മൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പൊ വ്യക്തമായി അതിന്റെ പാചക രീതിയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഒരു കറി ഉണ്ടാക്കുന്ന പോലെ അല്ല ചന്ദ്രൻ ചേട്ടൻ ഇത് ഉണ്ടാക്കുന്നത്. ചന്ദ്രൻ ചേട്ടനെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണോ വീട്ടുകാരുടെ കണ്ടു പഠിച്ചതാണോ? ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത്, ചെയ്തതാണല്ലേ? അപ്പൊ ഇതിന് പ്രത്യേക രുചി ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ചെയ്ത് നോക്കിയത്. അത് ശരി. അപ്പൊ ഈ ഫ്രൈ ചെയ്യുന്നതിന്റെ ആ കൂട്ടിലൊക്കെ വേറെ കുറച്ച് വ്യത്യസ്തത ചെയ്യുന്നുണ്ടോ? ഫ്രൈ ഒക്കെ ചെയ്യുന്ന അതിന്റെ ആ മസാലയുണ്ട് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കറി ശരിയായി കഴിഞ്ഞു, റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഇതും കൂടെ ചാലിച്ചപ്പോഴത്തേക്ക് കറി റെഡിയായി കഴിഞ്ഞു, അതിന്റെ തിള കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുട്ടപ്പനാക്കിയ ചെമ്പല്ലികൾ ഇവിടെ ഉണ്ട്. ചെമ്പല്ലി ഓരോന്നായിട്ട് എടുത്തിടാനാ? അത് നല്ല 1.5 തല തന്നെ ഇടാൻ കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു കാര്യം പറയാം, നിങ്ങൾ എല്ലാവരും ഈ ട്രിവാൻഡ്രം, കൊല്ലം അല്ലെങ്കിൽ ട്രിവാൻഡ്രം, എറണാകുളം യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഇതൊരു എന്തായാലും ഷുവർ ടു റെക്കമെൻഡ് സ്പോട്ടാണ് കേട്ടോ. അത് ഹൈലി റെക്കമെൻഡ് ചെയ്യാം. വന്ന് എന്തായാലും അതിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാ. കഥ തീർന്നു അല്ലേ? നാടകം തീർന്നു. ചന്ദ്രൻപിള്ള ചേട്ടന്റെ ചെമ്പല്ലി നാടകം തീർന്നിരിക്കുകയാണ്. പരിപാടി തീർന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എത്തിയത് പലരും അതായത് ഈ കടയ്ക്ക് ആകെയുള്ള പരസ്യം എന്ന് പറഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ്. എറണാകുളം റോഡിൽ നമ്മൾ NH എവിടെന്നാ ചേട്ടാ നമ്മൾ ഇങ്ങോട്ട് തിരിയണ്ടേ? കളക്ടറേറ്റിൽ നിന്ന് തിരിഞ്ഞ് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അടുത്ത് വന്ന് നമ്മുടെ ചന്ദ്രൻപിള്ള ചേട്ടന്റെ ഹോട്ടൽ ഏതെന്ന് ചോദിച്ചാൽ ബോർഡൊന്നുമില്ല. അപ്പൊ ഇങ്ങ് എത്തിയാൽ മതി, നമുക്ക് മീൻ കാണിച്ച് സെലക്ട് ചെയ്ത് സംഭവം. അത് ഒന്നും ഗ്യാസിലൊന്നും അല്ല പ്രിപ്പയർ ചെയ്യുന്ന, എല്ലാം ചിരട്ടടുപ്പിൽ അല്ലെങ്കിൽ വിറകടുപ്പിലാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സുഖവും രുചിയും എല്ലാം കിട്ടും കേട്ടോ. പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇവിടെ നമുക്കത് ചെയ്ത് തരുന്നവരായാലും അങ്ങനെ വെറുതെ എടുത്ത് എറിഞ്ഞിട്ട് പോലും എല്ലാം വിളമ്പുന്നതായാലും എല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. വളരെ നല്ലൊരു അനുഭവം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഇതൊന്ന് പരുവായിട്ട് വരണം. അതായത് ഇനി അതിലേക്ക് മസാല പിടിച്ചാൽ നല്ലൊരു തിള കിട്ടി കഴിയുമ്പോൾ റെഡിയാവും. എന്തായാലും തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെറിയൊരു കഥയായിട്ട് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞുതരും. ചന്ദ്രൻ ചേട്ടൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ധൃതിയിലായിരുന്നു. ചേട്ടാ വളരെ സാവധാനത്തിൽ നമ്മുടെ പാവപ്പെട്ട പ്രേക്ഷകർക്ക്, നല്ലവരായ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ആദ്യം നമ്മൾ ഈ ചട്ടി എടുത്ത് വെച്ച് എന്താ ചെയ്തത്? ചട്ടി അടപ്പ് വെച്ച് ചട്ടി
ചൂടാവും വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊക്കെ ചട്ടി അടുപ്പിൽ വെച്ചു, ചട്ടി ചൂടാവും വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തിളച്ചോടനെ ഇച്ചിരി ജീരകം ഇട്ട്, വെളിച്ചെണ്ണ തിളച്ചോടനെ ജീരകം ഇട്ട് കൊടുത്തു. ശകലം ജീരകം പൊട്ടിയ ഉടനെ വെളുത്തുള്ളി ഇട്ട്. വെളുത്തുള്ളി ഇട്ട് നല്ല വൃത്തിയായിട്ട് ചുവന്ന ഉടനെ സവാള ഇട്ട്. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ചുവന്ന ഉടനെ സവാള ഇട്ട് നമ്മൾ അതങ്ങ് റെഡിയാവാൻ. സവാള ഇട്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ട്. ചെറിയ ഉള്ളി ഇട്ട കാര്യം പറഞ്ഞു. ചെറിയ ഉള്ളി നമ്മള് വെളുത്തുള്ളി ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളി ഇട്ട് കേട്ടോ. അതിനുശേഷമാണ് സവാള ഇട്ടത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പിന്നെ അതൊന്ന് റെഡിയാവാനായിട്ട് പിന്നെ നമ്മൾ മീനൊക്കെ വെട്ടി റെഡിയാക്കി ഇങ്ങ് കൊണ്ടുവന്നു. മീൻ വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നതിന് ശേഷം പിന്നെയാണ് ഈ ഒരു മിശ്രിതം എളുപ്പം അങ്ങ് രംഗപ്രവേശനം ചെയ്തു. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, വടക്കംപുളി അല്ലേ, കുരുമുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും ചേർത്ത് ഇത്രയും ചേർത്ത സംഭവമായിരുന്നു ആ നമ്മുടെ ഗ്രേവി കേട്ടോ. മെയിൻ പാർട്ട് ഗ്രേവി അത്രയും സംഭവമാണ്. അത് നമ്മൾ ഉരുളിയിൽ അതായത് വെള്ളത്തിൽ ചാലിച്ചു കൊണ്ടുവന്ന് അതൊന്ന് ഇതിൽ വെച്ചൊരു നല്ല തിള കണ്ടതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി പിന്നെ കൂടാതെ ബാക്കി ഇത്രയും സാധനം. അപ്പോൾ ചീനിച്ചട്ടിയിൽ അപ്പം ഇതിൽ നല്ലൊരു തിള കിട്ടിയതിന് ശേഷം, അതായത് ആ ഗ്രേവി പാർട്ടിൽ നല്ലൊരു തിള കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച് ഇറക്കി വെച്ച്, അതായത് സവാള, ചെറിയ ഉള്ളി, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് അത് പരുവായ സാധനം എടുത്ത് അതിലേക്ക് ഒരു ചെറിയ തട്ട് അതിട്ട് വീണ്ടും ഒരു തിള കിട്ടിയപ്പോഴത്തേക്ക് മീനും കൂടെ അതിലേക്ക് അങ്ങ് ചാടി. ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കഥ എത്തി നിൽക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കറി റെഡി ആയിട്ട് മുമ്പിൽ വരും. ചന്ദ്രൻപിള്ള സ്പെഷ്യൽ ചെമ്പല്ലി കറി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ടേസ്റ്റ് ചെയ്യണം. അത് ചേട്ടാ തല തന്നെ പൊക്കിക്കോ, നമ്മുടെ ചെമ്പല്ലിക്കൂട്ടന്റെ തല തന്നെ പൊക്കിക്കോ, എടുത്തോ. അപ്പൊ അതിന് വേണ്ടിയുള്ള സാധനം എന്തുണ്ട് ഇതിന്റെ ചേട്ടാ? കപ്പ റെഡി ആണെങ്കിൽ പിന്നെ താലപ്പൊലിയായിട്ട് അവിടെ നമ്മുടെ ചേട്ടൻ നിൽക്കുമല്ലോ, ഇങ്ങ് കൊണ്ടുവന്നേ. ഇത് കപ്പ ഇതെങ്ങനെ റെഡിയാക്കി എടുത്തതാണ്? ഇതിലും വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇവിടെ ഇരുന്നോ സാധാരണ പോലെ എങ്ങനെ എന്നാലും ചെയ്ത രീതി ഒന്ന് പറഞ്ഞു. മഞ്ഞപ്പൊടി, കറിവേപ്പില സീക്രട്ട് വല്ലതും ഉണ്ടോ? നിങ്ങൾ വെളിയിൽ പറയാതെ നോക്കട്ടെ. എന്റെ ഭഗവാനെ, അതിന് തന്നെ ഞാൻ വെറുതെ വിട്ടേനെ കേട്ടോ. പക്ഷെ അതിനും കൈപുണ്യത്തിന്റെ ഒരു മികവ് അവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിക്ക് കപ്പയും ചെമ്പല്ലി കറിയാടുത്ത് എന്റെ വിഭവം. ഓക്കെ, ആ തല തന്നെ പോരട്ടെ ചേട്ടാ കേട്ടോ. എന്നാ കോമ്പിനേഷൻ! വാഴയിലല്ലേ നമ്മുടെ ചെമ്പല്ലിയുടെ തലയും കപ്പയും കൂടെ വെച്ച് ചേട്ടാ ഈ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് പരസ്യം കൊടുത്താണല്ലോ. ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ ഇവിടെ ക്യൂ ആയിരിക്കും, അവിടെ തൊട്ട് ഇങ്ങോട്ടൊരു ക്യൂ ആയിരിക്കും. അപ്പൊ എന്തായാലും ഇനി ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്കൊരു കാര്യം, ഒരു ഭക്ഷണപ്രിയന്റെ കാര്യം ഓർമ്മ വന്നത്. കാര്യം ഞാൻ ഇവിടെ എത്താൻ നിമിത്തമായത് ഒരാളാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചത് ഈ ഭക്ഷണപ്രിയനാണ്. അങ്കിൾ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് നല്ല കൊടവണ്ടിയൊക്കെ ആളുടെ രൂപം കണ്ടാലേ നമുക്കറിയാം. ചന്ദ്രപിള്ള ചേട്ടാ, അങ്കിളാണ് എന്നെ വിളിച്ചറിയിച്ചത് ഇതുപോലെ വളരെ നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ വളരെ സ്വാദിഷ്ടമായ ആഹാരം വിളമ്പുന്ന ഒരാളുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒന്ന് ചെയ്യണം. അദ്ദേഹം ചെയ്യുന്നതൊക്കെ വെളിയിലൊന്നും അധികം പേർക്ക് അറിയത്തില്ല. അതിന് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേക രുചി തന്നെയുണ്ടെന്ന്. അപ്പോൾ ജോളി അങ്കിളിന് തന്നെ ഞാനിതൊന്ന് സമർപ്പിക്കുന്നു കേട്ടോ. അങ്കിളിൻ്റെ അടുത്തുള്ള നന്ദിയാണ് നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ അങ്കിൾ എന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അങ്കിൾ തന്നെ ഒരു മറുപടി പറയണം. തല പീസ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അങ്കിളിന് അങ്ങ് തരാൻ എനിക്ക് തന്നെ മനസ്സ് വരുന്നില്ല. ആ ഫോർമാലിറ്റി തീർന്നുണ്ടെങ്കിൽ ഞാനും കൈവയ്ക്കും കേട്ടോ. ഒന്നും പറയുന്നില്ല, ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. കുറച്ചുകൂടെ അതെ കറക്റ്റ് റിപ്പോർട്ട് വേണം കേട്ടോ. ശരിക്കും ഒരു ഭക്ഷണപ്രിയനാ, വെറുതെ ഒന്നും പറയുന്നില്ല കേട്ടോ. എനിക്കും കൂടെ അങ്ങളെ പ്ലീസ്, എന്റെ ഭഗവാനെ, ജോളി അങ്ങള് വിടുന്നില്ല. എനിക്ക് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരെ സാക്ഷിയാക്കി അങ്കിള് താണ്ട വിടുന്നില്ല. അങ്ങളെ പ്ലീസ് അങ്ങളെ ഞാനത് കുറച്ച് എടുത്തോട്ടെ. ഞാൻ തന്നെ തന്നു നോക്കാം അല്പം. ഓക്കെ, ശരി, ആയിക്കോട്ടെ. വാ, മോശമായിട്ടില്ലല്ലേ? കൊടാക്കായി നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട്, അതാണ്.
നളപാചകം എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ. നളന്റെ പേര് വരെ ചന്ദ്രൻ പിള്ള എന്നാക്കണം, ചന്ദ്രൻ നളൻ എന്നാക്കണം കേട്ടോ. അത്ര കിടില സാധനമാണ്. അതായത് ഞാൻ ആ ഗ്രേവി ഒക്കെ ഉണ്ടോ ചോദിച്ചാൽ എരി കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ആ എരിയുടെ പവറൊന്നും ഇതിലറിയുന്നില്ല. ഇതിലൊക്കെ എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു അളവ് പോലോ വെച്ചല്ല ചെയ്യുന്നത്, മനോധർമ്മം അനുസരിച്ച് മാത്രം. മനസ്സിൽ തോന്നുന്നു ഇത് ശരിയായിരിക്കും. എൻ്റെ കളർ കണ്ടു, എൻ്റെ മണം അടിച്ചുമാണ് ചേട്ടാ എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു വിഭവം എനിക്ക് വേണ്ടി പ്രസന്റ് ചെയ്തു തന്ന ചന്ദ്രൻ ചേട്ടനും അതുപോലെ തന്നെ ചന്ദ്രൻ ചേട്ടനിൽ എത്തിപ്പെടാൻ സഹായിച്ച ജോളി എങ്കിലിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും കേട്ടോ, ഒളിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാവർക്കും ഈ ടീമിന് മുഴുവൻ നന്ദി അറിയിച്ചുകൊണ്ട് സ്വാദിന്റെ ഈ മനോഹരമായ എപ്പിസോഡ് തൽക്കാലം ഇവിടെ കട്ടനിടുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു ഗുഡ് ബൈ പറയാം. നമ്മുടെ പ്രേക്ഷകരെടുത്ത് പറയാം ഗുഡ് ബൈ.